Welcome to Class 11 Physics. Unit 2, Chapter 3 begins Motion in a Straight Line. Motion in a Straight Line. This is class number P9 for Class 11 Physics for HSC, CBSE and ISC. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. യൂണിറ്റ് 2-ലെ മൂന്നാമത്തെ ചാപ്റ്റർ 3 ആരംഭിക്കുകയാണ്. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഇത് ക്ലാസ് 11 ഫിസിക്സ് HSC, CBSE, ISC സ്റ്റുഡൻസിനുള്ളതാണ്. So the first topic is frame of reference. Frames of reference or simply frame of reference. ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇവിടെ കാണിച്ചിരിക്കുന്ന പടത്തിൽ എക്സോ വൈ സെഡ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം കാണിച്ചിരിക്കുകയാണ്. അതിനൊരു ഫ്രെയിം എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു ഫ്രെയിം മുന്നോട്ട് മാറ്റി വരച്ചിരിക്കുകയാണ്. എക്സ് ഡാഷ്, ഒ ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ്. ഒരു ഫസ്റ്റ് ഫ്രെയിമുണ്ട്, സെക്കൻഡ് ഫ്രെയിമുണ്ട്. എന്താണ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടിക്കിൾ വിചാരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പറയാൻ വേണ്ടി എടുക്കുന്ന റെഫറൻസാണ്. ഒരു റെഫറൻസ് സിസ്റ്റത്തെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാസ് അളക്കുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് അളക്കുമ്പോൾ ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് 6 കിലോഗ്രാം വെയിറ്റ് ആണെങ്കിൽ അത് മൂണിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ വെയിറ്റ് 1 കിലോഗ്രാം വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എർത്തും മൂണും ഫ്രെയിമുകളാണ്. ഫ്രെയിം മാറുമ്പോൾ ഈ വെയിറ്റ് മാറുന്നത് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് 2 കിലോഗ്രാം വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യം ഉണ്ടാകും, അത് എർത്തിലാണോ അല്ലെങ്കിൽ മൂണിലാണോ. അപ്പോൾ എർത്ത് അല്ലെങ്കിൽ മൂൺ ഇവിടെ ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അതിന് ആ കേസിൽ ഈ എർത്തിനെ അല്ലെങ്കിൽ മൂണിനെ വിളിക്കുന്ന പിന്നെ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഈ ചിത്രത്തിൽ എക്സോ വൈ ഇസഡ് എന്ന് പറയുന്നത് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അതിന് ഫ്രെയിം എന്ന് പറയും. നമ്മൾ അതിൻ്റെ ഇങ്ങോട്ട് മാറി ഒരു പാർട്ടിക്കിൾ വിചാരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾ എന്ത് അകലത്തിലാണ്, അതിൻ്റെ എക്സ് വൈ ഇസഡ് എന്താണ്, കോർഡിനേറ്റ് എന്താണ്, അത് ഈ ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. ഈ ഫ്രെയിമിന് പാരലായിട്ട് പോകുന്ന മറ്റൊരു ഫ്രെയിം, മുന്നോട്ട് പോകുന്ന ഫ്രെയിമാണ് വി വെലോസിറ്റിയിൽ ഒരു മൂവിങ് ഫ്രെയിമാണ് എക്സ് ഡാഷ്, ഒ വൈ ഡാഷ്, എക്സ് ഡാഷ്, ഒ ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ് എന്ന് പറയുന്നത്. അതിനെ അപേക്ഷിച്ചും പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ കോർഡിനേറ്റുകൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. വി ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട്സ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. എ ഫ്രെയിം ഓഫ് റെഫറൻസ്. എ ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിസ്റ്റ് ഓഫ് എ കോർഡിനേറ്റ് സിസ്റ്റം X, O, Y, Z. A frame of reference consists of a coordinate system and a set of physical reference points that uniquely determine the positions and velocity of objects in that frame. Different reference frames move relative to one another. A frame of reference consists of a coordinate system and a set of physical reference points that uniquely determine the positions and velocities of objects. അപ്പോൾ ഒരു ഫ്രെയിം എന്ന് കഴിഞ്ഞാൽ ആ ഫ്രെയിമിൽ നിന്ന് പ്രത്യേകം കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മളൊരു ഓബ്ജക്റ്റിൻ്റെ സ്ഥാനം പറയുന്നത്. ഡിഫറൻറ്റ് ഫ്രെയിമുകളാകുമ്പോൾ ഡിഫറൻറ്റ് കോർഡിനേറ്റ്. ഫ്രെയിമുകൾ റിലേറ്റീവായിട്ട് മാറാം. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. ഫ്രെയിമുകളെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യും. Frames are classified into two. Frame of reference or system of reference are classified into two. One is called inertial frame and other is called non-inertial frame. One is inertial frame and other is non-inertial frame. What is inertial frame? You correct the spelling. INERTIAL. Inertial frame. The first frame is called inertial frame. You correct the spelling. This frame is one in which Newton's laws of motion hold good. Hold good. In such a frame, if no force acts on the body will be at rest or in uniform motion. You correct the spelling also. What is an inertial frame? It is a frame in which a Newton's laws of motion hold good. Newton's laws of motion ശരിയാകുന്ന, അതിന് സാധ്യതയുള്ള, അത് വാലിഡ് ആകുന്ന ഒരു ഫ്രെയിമിനെ വിളിക്കുന്ന പേരാണ് inertial frame. In such a frame, if no force acts on the body will be at rest or uniform motion. ഇത്തരം ഫ്രെയിമിൽ ബോഡി റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ആകാം, ആ ബോഡിയുടെ പുറത്ത് ഫോഴ്സിലായെങ്കിൽ. ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫ്രെയിമാണ്. അവിടെ വസ്തുവിൻ്റെ പുറത്ത് ഫോഴ്സ് ഇല്ല എങ്കിൽ ആ വസ്തു റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ആയിരിക്കും. In an initial frame,
If no force acts on the body will be at rest or in uniform motion. Example, fixed stars, laboratory, etc. നമ്മുടെ കാൽക്കുലേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി, പ്രാക്ടിക്കൽ ആവശ്യത്തിന് വേണ്ടി ഈ ലബോറട്ടറി അല്ലെങ്കിൽ ഫിക്സഡ് സ്റ്റാർ, നോർത്ത് സ്റ്റാർ, അതിനെയൊക്കെ നമ്മൾ ഇനർഷ്യൽ ഫ്രെയിമായിട്ട് സ്വീകരിക്കാറുണ്ട്. Next frame is called a non-inertial frame. What is non-inertial frame? It is one in which Newton's laws of motion do not hold good. A non-inertial frame is also called accelerated frame. In this frame, a body experiences a force even if no external force is applied on the body. Example, rotating earth, circularly moving car, giant wheel, etc. You look here. What is non-inertial frame? It is one in which Newton's laws of motion do not hold good. Newton's law നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഫ്രെയിം, അതിനാണ് non-inertial frame. A non-inertial frame is also called an accelerated frame. Non-inertial ഫ്രെയിമിനെ നമ്മൾ ആക്സിലറേറ്റഡ് ഫ്രെയിം എന്ന് പറയും. കാരണം ആ ഫ്രെയിമിന് ഒരു ആക്സിലറേഷൻ കാണാം. In this frame, a body experiences a force even if no external force is applied on the body. ഒരു non-inertial ഫ്രെയിമിൽ ഒരു വസ്തുവിന് ഒരു പ്രത്യേക ഫോഴ്സ് അനുഭവപ്പെടും. ആ വസ്തുവിൻ്റെ പുറത്ത് എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് ഒന്നും പ്രവർത്തിച്ചില്ല എങ്കിൽ പോലും ഈ ഫ്രെയിമിൻ്റെ പ്രത്യേകത കൊണ്ട് ആ വസ്തുവിനൊരു ഫോഴ്സ് ഉണ്ടാകും. ഒരു റൊട്ടേറ്റിംഗ് കാറ്, ഒരു റൊട്ടേറ്റിംഗ് ബസ് ഇത്തരം non-inertial ഫ്രെയിമാണ്. നമുക്കറിയാം, ഒരു റൊട്ടേറ്റിംഗ് ബസ്സിനകത്ത് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബസ് തിരിക്കുമ്പോൾ സീറ്റ് ഇരിക്കുന്ന പാസഞ്ചർ ഒരു സൈഡ് വേ ഫോഴ്സിന് വിധേയമാകും. ആരും പിടിച്ച് തള്ളിയില്ലെങ്കിലും അയാളെ സൈഡിലേക്ക് തെന്നുന്നതായിട്ട് തോന്നും. അപ്പോൾ ഫ്രെയിമിൻ്റെ മോഷൻ മൂലം ഒരു വസ്തുവിൽ തനിയൊരു ഫോഴ്സ് വരും, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ പോലും. അത്തരം ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയും. സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. In this frame, in non-inertial frame, a body experiences a force even if no external force is applied on the body. വസ്തുവിൻ്റെ പുറത്ത് ഫോഴ്സ് ഇല്ല എങ്കിലും നോൺ ഇനർഷ്യൽ ഫ്രെയിമിൽ വസ്തുവിൽ ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സിനെ നമ്മൾ സ്യൂഡോ ഫോഴ്സ്, PSEUDO ആണ് സ്പെല്ലിങ്, സ്യൂഡോ ഫോഴ്സ് ഓർ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, നമുക്കിങ്ങനെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറില്ല. എക്സാമ്പിൾ, റൊട്ടേറ്റിംഗ് എർത്ത്, സർക്കുലർ മൂവിങ് കാർ, ജൈൻറ്റ് വീൽ, എക്സെട്ര. ഈ ജൈൻറ്റ് വീലൊക്കെ ഒരു എക്സാമ്പിളാണ്. ജൈൻറ്റ് വീൽ കണ്ടിട്ടില്ലേ? നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ എക്സിബിഷനൊക്കെ ചെല്ലുമ്പോൾ കാണാൻ ഒരു വീല്, വെർട്ടിക്കൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതും. ആ വീലിൽ പ്രത്യേക ഇരിപ്പിടം ഉണ്ടാക്കിയിരിക്കും, അതിനകത്ത് ആൾ കയറിയിരിക്കും, എന്നിട്ട് വീൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ചില ഭാഗങ്ങളിൽ ശക്തമായ ഫോഴ്സ് തോന്നാം, ചില ഭാഗങ്ങളിൽ ഫോഴ്സ് വെയ്റ്റ്ലെസ്നെസ് തോന്നാം. അത് ഒരു ജൈൻറ്റ് വീലിൻ്റെ പ്രത്യേകതയാണ്. ജൈൻറ്റ് വീല് ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിമാണ്. അടുത്ത സിമ്പിൾ ഡെഫിനിഷൻ പറയുകയാണ്, റെസ്റ്റ് ആൻഡ് മോഷൻ. ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ആപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ്. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ് ഒരേ ഉള്ളത് വേണ്ട. റെസ്റ്റ് ആൻഡ് മോഷൻ ഒരു ഈ കയറി വന്നിട്ടുണ്ട്, അത് വേണ്ട. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. എ ബോഡി അറ്റ് റെസ്റ്റ് ഈസ് നോട്ട് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു മൂൺ. ഇപ്പോൾ എർത്തിൽ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ, ഒരു ബോഡി റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ അത് മൂണുമായിട്ട് നോക്കുമ്പോൾ റെസ്റ്റിലായിരിക്കില്ല. കാരണം എർത്ത് മൂണും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്ജക്റ്റ് മേ നോട്ട് ബി അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. ദാറ്റ് ഈസ് എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്ജക്റ്റ് മേ നോട്ട് ബി അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ്. ഒരു വസ്തുവായിട്ട് നോക്കുമ്പോൾ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ മറ്റൊരു വസ്തുവായിട്ട് നോക്കുമ്പോൾ അത് റെസ്റ്റിൽ ആകണമെന്നില്ല. ഇനി എന്താണ് ഈ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിത് പഠിക്കുമ്പോൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് വരും. പോയിന്റ് ഒബ്ജക്റ്റ് പറയാറുണ്ട്. അതായത് ഒരു വസ്തു സഞ്ചരിക്കുന്ന പാത്തുമായിട്ട് നോക്കുമ്പോൾ ആ പാത്തിൻ്റെ ദൂരം വലുതാണെങ്കിൽ വസ്തുവിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു ട്രെയിൻ ട്രാക്കിലൂടെ പോവുകയാണെങ്കിൽ ട്രാക്കിന് വളരെ നീളം കാണും. അപ്പോൾ ട്രെയിനിനെ നമ്മളൊരു പോയിന്റ് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു ബ്ലാക്ക് ബോർഡിൽ ഒരു ചോക്ക് വെച്ച് എഴുതുകയാണെങ്കിൽ ആ ചോക്കിൻ്റെ മോഷൻ, ആ ചോക്കിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഒരു ഫുട്ബോൾ നമ്മൾ ഗ്രൗണ്ടിൽ അടിച്ചു വിടുകയാണെങ്കിൽ ആ ഗ്രൗണ്ടിൻ്റെ ഫീൽഡിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഫുട്ബോൾ പോയിന്റ് ഒബ്ജക്റ്റ് ആണ്.
ഒരു പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കാവുന്ന ഒബ്ജക്റ്റ് എന്ന് വേണേൽ പറയാം. പക്ഷേ അതിൻ്റെ മീനിങ് ഇതാണ്. സഞ്ചരിക്കുന്ന പാത്തുമായിട്ട് നോക്കുമ്പോൾ വസ്തുവിൻ്റെ ഡയമെൻഷൻ വളരെ ചെറുതാണ്. അന്നേരം ആ വസ്തുവിനെ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. വാട്ട് ഇസ് എ പോയിന്റ് ഒബ്ജക്റ്റ്? In general, an object can be considered as a point object if its motion involves changes in position by distances much greater than its own size. വസ്തുവിൻ്റെ സൈസിനേക്കാൾ വലിയ ദൂരങ്ങൾ ആ വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ വസ്തുവിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് പറയും. ഫോർ എക്സാമ്പിൾ, while studying the motion of Earth around the Sun, the Earth is taken as the point object because the size, diameter of Earth is much smaller than the radius of Earth's orbit around the Sun. അപ്പോൾ എർത്ത് സൺ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എർത്തിൻ്റെ ഓർബിറ്റ് വളരെ വലുതാണ്. അതുമായിട്ട് നോക്കുമ്പോൾ എർത്തിനെ മാത്രം ആ ഒരു പോയിന്റ് ഒബ്ജക്റ്റായിട്ട് വിചാരിക്കാവുന്നതാണ്. എ ഫുട്ബോൾ ഈസ് ടേക്കൺ ആസ് എ പോയിന്റ് ഒബ്ജക്റ്റ് ബിക്കോസ് its size is negligible as compared to the size of the ground, size of the field. A football is taken as a point object because its size is negligible as compared to the size of the field. ഒരു ഫുട്ബോളിനെ നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. കാരണം അത് സഞ്ചരിക്കുന്ന ഗ്രൗണ്ടിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഈ ഫുട്ബോൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഇനി നമ്മൾ ഈ മോഷൻ പഠിക്കുന്നതിന്, ഈ മോഷൻ വൺ ഡയമെൻഷൻ, മോഷനെ സ്ട്രെയിറ്റിൽ പഠിക്കുന്നതിന് കുറച്ച് കാൽക്കുലസ് അറിഞ്ഞിരിക്കണം, കുറച്ച് മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്തമാറ്റിക്സ് എല്ലാം അറിയണമെന്നില്ല. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു ഏതാനും ഇക്വേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ സിലബസിൽ പ്രത്യേകം പറയുന്നതാണ്. ദ ബേസിക് കൺസെപ്റ്റ്സ്, 11 കൺസെപ്റ്റ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഫോർ ഡിസ്ക്രൈബിങ് മോഷൻ. അപ്പോൾ നമ്മൾ മോഷൻ വൺ ഡയമെൻഷൻ അല്ലെങ്കിൽ മോഷനിലൊക്കെ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കാൽക്കുലസിൽ ചില രീതി വെച്ചിട്ടാണ്. ഇപ്പോൾ കാൽക്കുലസ് കേട്ടുകയാണ് നിങ്ങൾ, കാൽക്കുലസ് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. കാൽക്കുലസിന് രണ്ടായിട്ട് ഭാഗിക്കും, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ. അപ്പോൾ എന്താണ് ഡിഫറൻസിയേഷൻ, എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന് അറിയുക എന്നുള്ളത് ഒരാവശ്യമാണ്. അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്, എലിമെൻ്ററി കൺസെപ്റ്റാണെന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഓഫ് എ ബോഡി, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ കാൽക്കുലസിൽ, മാത്തമാറ്റിക്സിൽ ചില ആശയങ്ങൾ എടുക്കും. കാൽക്കുലസാണ് എടുക്കുന്നത്. കാൽക്കുലസിൻ്റെ രണ്ട് പാർട്ടുകളാണ് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ. ആ ഡിഫറൻസിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ എന്ന് തൽക്കാലം പറയാം. സോ യു വിൽ ഹിയർ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഫോർ ഡിസ്ക്രൈബിംഗ് മോഷൻ. നമ്പർ 1, differentiation. Spelling, you note the spelling, differentiation. The spelling is correctly written at the top. Here there is a correction in spelling. Differentiation, that is spelling, differentiation. DIFFERENTIATION. In this heading, 2 letters are missing. Differentiation, it is written correctly below. Differentiation, what is it? If y be a function of a variable quantity x, then analytically it is expressed as y is fx. x എന്ന് പറയുന്നത് അല്ലെങ്കിൽ y എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ സാറിന് ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നത് y is equal to fx എന്നാണ്. ഇക്വേഷൻ നമ്പർ 1. This simply means that y depends on x. ഇപ്പോൾ y is equal to x cubed എന്ന് പറഞ്ഞാൽ x ക്യൂബിനെ വിളിക്കുന്നത് എഫ് എക്സ്. This simply means that y depends on variable x. If variable x changes by delta x, as a result the function y changes by delta y, then we may write. അപ്പോൾ എക്സ് മാറുകയാണെങ്കിൽ, എക്സിൻ്റെ വില ഡെൽറ്റ എക്സ് കണ്ട് മാറുകയാണെങ്കിൽ ഉടനെ വൈയുടെ വാല്യൂ മാറും, അത് ഡെൽറ്റ വൈ ആയിട്ട് മാറും. വൈ എക്സിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എക്സിൽ ഉള്ള ഒരു മാറ്റം വൈയിലും മാറ്റം ഉണ്ടാക്കും എന്നർത്ഥം. സോ വി റൈറ്റ് വൈ പ്ലസ് ഡെൽറ്റ വൈ. വൈ പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. Subtracting 1 from equation 1 from equation 2, we get delta y is equal to f of x plus delta x minus fx. Dividing both sides by delta x, we get delta y by delta x is equal to f of x plus delta x minus fx by delta x. Delta x കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്തതാണ്. Now we look.
If delta x tends to 0, delta x in the value 0 ilekku poyal, if delta x tends to 0, then the ratio delta y by delta x tends to attain a definite value and is called the differential coefficient or derivative of function y with respect to x and is written as dy by dx. അപ്പോൾ നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചു. ഈ ഇക്വേഷനകത്ത് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ സീറോയിലേക്ക് പോകുമ്പോൾ, സീറോയിലേക്ക് ചെല്ലുമ്പോൾ ഇതൊരു വാല്യൂ ഉണ്ടാകും. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ വേരിയേഷൻ്റെ റേഷ്യോയാണ്. അത് ഡെൽറ്റ എക്സ് സീറോയിലേക്ക് വരുമ്പോൾ ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന് വിലയുണ്ട്. അതിന് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതും. ആ ഡി വൈ ബൈ ഡി എക്സിനെ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓർ ഡെറിവേറ്റീവ്. So we write derivative like this, dy by dx, which is equal to limit delta x tends to 0, delta y by delta x. That's the meaning. Dy by dx is equal to limit delta x tends to 0, delta y by delta x is equal to limit delta x tends to 0, f of x plus delta x minus fx by delta x. You see how to read this. Dy by dx is equal to ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അതിന് താഴെ എഴുതണം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇറ്റ് ഇസ് റിട്ടൺ ജസ്റ്റ് ബിലോ. ലിമിറ്റ് LIM വി റീഡ് ആസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് ഓൾ ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ അതാണ് ഡെറിവേറ്റീവിൻ്റെ മീനിങ്. ഇനി സം ഇമ്പോർട്ടൻ്റ് ഫോർമുല ഫോർ ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ്റെ ചില പ്രധാനപ്പെട്ട ഫോർമുലയുണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഫോർമുല ഡിഫറൻഷിയേഷൻ കോഎഫിഷ്യൻ ഓഫ് എ കോൺസ്റ്റൻറ്റ്. എന്താണ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ ഓഫ് എ കോൺസ്റ്റൻറ്റ്? ഒരു കോൺസ്റ്റൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ഓൾവേസ് 0. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും 0യാണ്. ഡിഫറൻഷ്യൽ കോഎഫിഷ്യനെ വിളിക്കുന്ന പേരാണ് ഡെറിവേറ്റീവ്. ദ ഡെറിവേറ്റീവ് ഓർ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. ദ മീനിങ് ഈസ് ഇഫ് സി ഈസ് എ കോൺസ്റ്റന്റ് ദെൻ dc by dx is 0. Then there is a question based on this formula. Find the differential coefficient of 1, 5, 2 pi with respect to x. Here 5 and pi are constants, so their derivative must be 0. Solution. We know dc by dx is 0, where c is a constant. As 5 and pi is 3.14, are constants, we say d5 by dx is equal to 0 and d pi by dx is 0. കോൺസ്റ്റൻറ്റുകളുടെ ഡെറിവേറ്റീവ് 0യാണ്. dk by dx 0 ആയിരിക്കും, k കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റൂളാണ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് x raised to n. Derivative of x raised to n. Derivative x raised to n, that is d by dx is of x raised to n, that is nx raised to n minus 1. Look here, d by dx x raised to n is nx raised to n minus 1. You study these equations well in your mathematics paper, in your mathematics subject. Here in physics we need only basic steps. This is a basic step. It is given in the Clark's tables. d by dx of x raised to n is nx raised to n minus 1, where n is a number. അപ്പോൾ ഇത് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന റൂളാണ്. d by dx of x raised to n is equal to nx raised to n minus 1, where n is a number. അപ്പോൾ ഇത് വെച്ചുള്ള ഒരു പ്രോബ്ലം, 2 problems based on this. Find the differential coefficient of 1 x raised to 4, 2 x raised to minus 1 by 2 with respect to x. Solution. d by dx of x raised to n is nx raised to n minus 1. nx raised to n minus 1. Here in the first case n is equal to 4. Therefore d by dx of 4, that is 4x raised to 4 minus 1, 4x cubed. That is the answer. That is the derivative of x raised to 4 is 4x cubed. Derivative of x raised to 4 is 4x cubed. Then derivative x raised to minus half, n is minus half.
derivative of x raised to minus half, that is d by dx of x raised to minus half is equal to nx raised to n minus 1. That is minus half x raised to minus half minus 1. Minus half minus 1 is minus 3 by 2. Therefore, the answer is minus half x raised to minus 3 by 2. Minus half x raised to minus 3 by 2. Next rule. ഡിഫറൻസിയേഷൻ്റെ അടുത്ത റൂൾ, ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണ്? ഒരു ഫംഗ്ഷനെ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണ്? If c is a constant, then d by dx of c f x is equal to c d by dx fx. അപ്പോൾ ആ കോൺസ്റ്റന്റ് മുന്നോട്ട് എടുക്കാം. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ്, കെ ഇൻറ്റു 1 എന്ന് വരും. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് 5x ക്യൂബ്ഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 5x ക്യൂബ് ഡെറിവേറ്റീവ് കാരണം. ദ ആൻസർ ഈസ് റിട്ടൺ ഹിയർ. സൊല്യൂഷൻ, ഡി ബൈ ഡി എക്സ് ഓഫ് 5x ക്യൂബ്ഡ് equal to 5 is taken out, it is a constant, then d by dx of x cubed. S cubed is 3x raised to 3 minus 1, nx raised to n minus 1. So it is, here we use the formula d by dx of x raised to n is nx raised to n minus 1, where n is 3. Then you simplify 5 into 3x raised to 3 minus 1. 3 minus 1 is 2. 5 into 3 x square, 15x square is the answer. 15x square is the answer. A few more rules are there. Then there is integration, and integration basic idea also we study. Then we continue our topic. That is all with your 9th lecture on class 11 physics. We continue our class. Thank you very much.